അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്ട്രാ ഓർഡിനറി ആകാൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഇന്ന് പ്രത്യേകിച്ച് രാവിലെ മോർണിംഗ് സെഷന് വരുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് കാണുന്നത്. ഈ പ്രോജക്റ്റ് ഗ്രോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ രാവിലെ അറ്റൻഡ് ചെയ്യാതെ തന്നെ ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ രാവിലെ ഈ മോർണിംഗ് സെഷന് വരുന്നവരായിരിക്കും ഈ പ്രോജക്റ്റ് വലുതാകുന്ന സമയത്ത് ഏറ്റവും വലിയ സക്സസ്സും ഏറ്റവും നമ്മുടെ ലൈഫിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്രീം ഇതിനകത്തൂടെ ഫുൾഫിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് മോർണിംഗ് സെഷൻ റെഗുലറായിട്ട് വരുന്നവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ചില ആൾക്കാർക്ക് ഇവിടെ ഈ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വേറെ വിദേശത്തുള്ളവർ ഒത്തിരി പേരുണ്ട്. വെളുപ്പിനെ 2 മണിക്ക് 3 മണിക്കൊന്നും എല്ലാ ദിവസവും എത്താൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ അല്ലാത്ത ആൾക്കാർ ഇവിടെ എത്താൻ അവൈലബിൾ ആയിട്ട് സാധ്യതയുള്ള എന്നിട്ടും ഇപ്പോഴും ഇതിനകത്ത് കയറി ഇരിക്കുന്നവരുണ്ട്. വെളുപ്പിനെ 2 മണിക്കും 2:30 മണിക്കൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഡെഡിക്കേഷൻ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഹാർഡ് വർക്ക് കാണാതിരിക്കത്തില്ല, ദൈവം കാണാതിരിക്കത്തില്ല. അതിനുള്ള റിസൾട്ട് നമുക്ക് തരും. കാരണം നമ്മൾ ചെയ്യുന്ന സുതാര്യമാണ്, സത്യസന്ധമാണ്, സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്ത് ജീവിക്കുക. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നാലും നമ്മുടെ അഭിമാനം, പ്രൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൂത്രപ്പണിയിൽ എങ്ങനെയും പൈസ ഉണ്ടാക്കുന്നതിന് ഒരിക്കലും അഭിമാനത്തോടെ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ പോലും അപ്പൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അപ്പൻ എന്തോ പരിപാടി ചെയ്യുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൻ ഇതാണ് ചെയ്യുന്നതെന്ന് പറയുന്ന പരിപാടി ചെയ്യാവുള്ളൂ. വീട്ടിലുള്ളവരോട് ഡിസ്കസ് ചെയ്യാവുന്ന, സമൂഹത്തിലുള്ളവരോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചെയ്യാൻ അഭിമാനത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാവുന്ന ഒരു സംഭവം മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിന് വേണ്ടി ജീവിക്കണം, അതോടൊപ്പം നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നിങ്ങൾ വലിയ ഗ്രൂപ്പ്, വലിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ സ്കില്ല്, ലീഡർഷിപ്പ് ആയിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ബെറ്റർ പേഴ്സൺ ആകാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മുടെ കോമ്പിറ്റൻസിയും ക്യാരക്ടറും ബെറ്ററാക്കി എടുത്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ സ്കില്ലുകൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പിറ്റൻസിയും നമ്മുടെ ക്യാരക്ടർ എന്ന് പറയും, ക്യാരക്ടറും കോമ്പിറ്റൻസിയും ഓരോ ദിവസവും നമ്മൾ കൂടുതൽ ഹോണസ്റ്റ് ആവുക, കൂടുതൽ സത്യസന്ധത, ചുമ്മാ തമാശന് പോലെ നുണ പറയാതിരിക്കുക, കൂടുതൽ ഹോണസ്റ്റ് ആയിരിക്കുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക. ലൈഫ് നമ്മൾ തീർച്ചയായിട്ടും സെറ്റാകും. ആൾക്കാരുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ ഹീറോ ആയിട്ട് ജീവിക്കാൻ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും ഇവിടെ വളരാവുന്ന ആൾക്കാർക്ക് ഒരു സന്ദേശമായി മാറണം നമ്മുടെ ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇന്നലെ തന്നെ നമ്മുടെ മീറ്റിങ്ങിന് ഏകദേശം 100-നടുത്ത ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 100 പേരെന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ നമ്പറാണ്. 100 ടച്ച് ചെയ്ത് നമ്മൾ 4 ആഴ്ച പോയി കഴിഞ്ഞാൽ 500 എത്താൻ ഇങ്ങനെ എത്തും. 100 ടച്ച് ചെയ്ത് ഒരു 4 ആഴ്ച പോയിട്ടുണ്ടെങ്കിൽ 500 വണ്ടു. ഈ 500 എന്ന് പറയുന്നത് 500 പേരെ കാണാനല്ല വരുന്നത്. അപ്പോൾ അതിനകത്ത് ആ സമയത്ത് നിങ്ങളുടെ പല ആൾക്കാരുടെ ഇൻകം ലക്ഷങ്ങളായിരിക്കും. പല ആൾക്കാരുടെയും നിങ്ങളുടെ കൂടെയുള്ള ഒത്തിരി ആൾക്കാരുടെ ലൈഫ് സേഫ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് 500, 1000 എത്താൻ. ഇനി 100 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 500, 1000 എത്താൻ 1, 2, 3 വെച്ചെത്തും. നിങ്ങൾ മാക്സിമം ഈ പ്രോജക്റ്റിനെ കൂടെ നിന്ന് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ചില ആൾക്കാർ ഇത് വളർന്നതിന് ശേഷം ചെയ്യാനിരിക്കുന്നവരുണ്ട്. വളർന്നതിന് ശേഷം ചെയ്യാം, ഇത്ര ഓപ്പർച്യൂണിറ്റി കാണിയല്ല. അതായത് മാർക്കറ്റിൽ പല ആൾക്കാർക്കും ക്രിപ്റ്റോയെക്കുറിച്ചൊന്നും അറിയാൻ മേലെന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. അറിയാൻ മേലാത്തതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അറിയാൻ മേലത് നമുക്ക് എന്താ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വിശ്വസിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, നിസ്രാന്തമായിട്ട് പരിശ്രമിക്കുക, മാക്സിമം വർക്ക് ചെയ്യുക. ഒരു റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ടൈമിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക.